வரலாம் மனங்களை தொடலாம் அன்பில் நீந்தலாம் ஹை 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 ஹட்டி ஐசியோ டிஸ்கோ டிஸ்கோ மன்மத மோகத்திலே ஹே 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 வாலிப வேகத்திலே ஏங்குது இளமை இன்பம் தரும் பதுமை இனிமே காணவ ஐசியோ டிஸ்கோ டிஸ்கோ அந்தரங்க எதற்கு அருகில் ஓடி வா 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 பட்டி ஐசியோ ஃபேப்லஸ் டிஸ்கோ மன்மத மோகத்திலே ரபரபரப்ப வாலிப வேகத்திலே ஷாபரபரபரப்ப ஏங்குது இளமை இன்பம் தரும் பதுமை இனிமை காணவ ஐசியோ டிஸ்கோ டிஸ்கோ ஐசியோ ധ്രുവ സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു അടിപൊളി. നമുക്ക് ചോദിക്കാം, ജഡ്ജ്മെന്റ് അറിയാൻ എനിക്കും കൊതിയാവാ. ഹരിച്ചേട്ടാ ഓഫ് വാട്ട് എ പെർഫോമൻസ്. താങ്ക് യു സർ. ധ്രുവയുടെ ഇത്രയും നാളത്തെ പെർഫോമൻസിൽ ദിസ് ഇസ് യുവർ ബെസ്റ്റ് പെർഫോമൻസ്. താങ്ക് യു സർ. വേറൊരു ജോണർ, അത് പ്രോപ്പർ എന്താ പറയുക, ഒരു ജാസ് എല്ലാ പരിപാടിയും ഉള്ളതായിരുന്നു. ഇതിൽ ബ്ലൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു, പിന്നെ ഇതിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം വാണിയമ്മ ഇതിൽ ആനന്ദ ഉലഹം അന്തി, അതിന്റെ എൻഡിങ് ആദ്യം പിന്നെ ഈ സാധനം ഉണ്ട്, പിന്നെ വീണ്ടും അഗൈൻ യു ഗോ ബാക്ക്. തുടങ്ങി ജങ്ങടയിൽ മയങ്ങിയ മകദിനം പതുവാക, അത് സെക്കൻഡ് വൺ. അതിന് മുമ്പ് പറഞ്ഞോണ്ടല്ലോ ആസയിൽ തുടങ്ങി ജങ്ങടയിൽ മയങ്ങിയ മകദിനം പതുവാക. അതൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് വാണിയമ്മ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ്. പിന്നെ ഇടയ്ക്ക് അണ്ണാച്ചി വരുമല്ലോ, SPB സാറ്, DISCO, അതൊക്കെ പൊളിച്ചു. SPB സാറും വാണിയമ്മയും, രാജാ സാറിന്റെ എവർഗ്രീൻ സോങ്, വാട്ട് എ സോങ്, ഒരു ഡിസ്കോ സോങ്, പ്രോപ്പർ ഡിസ്കോ. മോളെ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ആകെ തോന്നിയത് പിച്ചിങ്, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. അതിന്റെ നെക്സ്റ്റ് ചരണത്തിലൊരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, കാതൽ മാനെ, അവിടെ മോള് യു കുഡിന്റ്, അവിടെ എത്താൻ പറ്റിയില്ല അങ്ങോട്ട്. അവിടെ പിച്ച് ഔട്ട്സ് അവിടെ ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഇവിടെയൊക്കെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഈ സോങ്ങിനെ സംബന്ധിച്ച് പിച്ചിങ്ങിൻ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ദ വൈബ്, അല്ലെങ്കിൽ ആ വൈബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഓറ, പിന്നെ ഇതിന്റെ എക്സ്പ്രഷൻസ്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം മീറ്റ് ചെയ്തു. സോ യു ഗേവ് യുവർ ബെസ്റ്റ്. താങ്ക് യു സർ. കോറസ് മൂന്നുപേരും അടിപൊളി, എസ്പെഷ്യലി നമ്മുടെ മെബു കൊള്ളാം, അടിപൊളി. ഒരു ചമ്മലുമില്ല, നീ ഐ ക്യാൻ കിസ് യു എന്നൊക്കെ പറഞ്ഞ് അടിപൊളി. മൂന്നുപേരും രസമായിരുന്നു. പക്ഷെ
നിങ്ങൾ രണ്ടുപേരും തകർത്ത് കളഞ്ഞു. മെബുവും റിഹാനും രണ്ടുപേരും വേറെ ലെവലായിരുന്നു. ഒന്നും പറയാനില്ല. നല്ല ഡ്രസ്, നല്ല ഇത് ശരണ്യാന്റി ചെയ്തത്, അനുഷ്ക ചേച്ചിയുടെ അനുഷ്കയുടെ അമ്മ. ഇത് നിങ്ങൾ ഏജൻസി ഏറ്റെടുത്തോ? അനുഷ്കയുടെ അമ്മ കേട്ടോ. അനുഷ്കയുടെ അമ്മ ഓടി നടന്ന് തയ്ക്കാണ്. ഇത് കഴിഞ്ഞ് പോയിട്ട് അടുത്ത ഷെഡ്യൂളുള്ള തയ്ക്കാൻ. ഇങ്ങനത്തെ ഒരു ജിൽ ടൈപ്പ് കിട്ടാനായിട്ട് കൊറേ ഓടി. നല്ല രസമുണ്ട്. രസമുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ആ രാജാ സാറിന്റെ എത്ര കൈൻഡ് ഓഫ് സോങ്സ് ഉണ്ട്. ഇപ്പൊ ഫോക്കും സാഡ് സോങ്ങും അല്ലാതെ ഇങ്ങനത്തെ പെപ്പി സോങ്സ് ഒരുപാടുണ്ട്. ഞാനത് ഇന്നലെ പറയായിരുന്നു, ആരും ഇവിടെ വിക്രം ഒന്നും പാടുന്നില്ലല്ലോ എന്ന്. വിക്രം അതിന്റെ ഒറിജിനൽ വേർഷൻ കേട്ടിട്ടുണ്ടോ? അതൊക്കെ രാജാ സാറാണ് അതിന്റെ ഒറിജിനൽ. അത് അറിയോ എല്ലാവർക്കും? ആ സോങ് കേട്ടിട്ടുണ്ടോ? റിയൽ പലർക്കും അറിയില്ല. അതിന്റെ ഒറിജിനൽ പാടിയിരിക്കുന്നത് വിക്രം. അതിന്റെ സോങ് യു ഷുഡ് ഓൾ ലിസൺ. അതായത് ഇപ്പോഴത്തെ വിക്രം ഉണ്ടല്ലോ, ആ വിക്രത്തിലുള്ള വോക്കൽസും അതിനകത്തുള്ള പല സാധനങ്ങളും യൂസ് ചെയ്തിരിക്കുന്നത് പഴയ ഒറിജിനൽ ഒറിജിനൽ എന്നാണ്. ഇപ്പോഴത്തെ വിക്രം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതെ കേട്ടോ. അതില് ഈ താക്കിട്ട ഇതൊക്കെ കേൾക്കുന്നില്ലേ? താക്കിട്ട അതിലൊരു സോങ് ഉണ്ട് വിക്രം. കുറച്ച് ടെമ്പോ കൂടുതലാണ്. ടെമ്പോ കൂടുതലാണ്. ഭയങ്കര ഒരു വലിയ സോങ് ആണ്. അതിന്റെ ഓർക്കസ്ട്രേഷനും അതിന്റെ ഡ്രമ്മിങ്ങും എല്ലാം ഭയങ്കര പണിയുള്ള ഒരു സോങ് ആണ്. അപ്പൊ അങ്ങനത്തെ സോങ് ഒക്കെ ആരെടുത്തിട്ട് വരാത്തെന്ന് ചോദിച്ചപ്പോഴാണ് ധ്രുവ ഇങ്ങനെ ഒരു സോങ് കൊണ്ട് വന്നത്. താങ്ക് യു ധ്രുവ. താങ്ക് യു ധ്രുവ. അടിച്ചു പൊളിച്ചു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ധ്രുവ എന്ത് അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സർ. ഇന്ന് ധ്രുവ പാടിയതിനൊരു ഭയങ്കര പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു മോളെ കേട്ടോ. താങ്ക് യു സർ. ഇതിന് കൊടുക്കേണ്ട കൃത്യമായ ഡൈനാമിക്സ് ആണ് മോള് കൊടുത്തത്. ഒന്ന് അങ്ങോട്ടും പോയിട്ടില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അരോചകമായിട്ട് തോന്നും. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാട്ട് വർക്കും ആവത്തില്ല. ഇത് ആ കൃത്യമായിട്ടാണ് മോള് അളന്ന് മുറിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തിൽ ഈച്ച് ആൻഡ് എവറി എക്സ്പ്രഷൻ, വേർഡ്സിന് കൊടുക്കുന്ന ഡൈനാമിക്സ്, അത് കൂടാതെ SPB സാർ DISCO മാത്രം വരുമ്പോൾ മോള് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ വിബ്രാട്ടോ ഉണ്ട്. ഹാറ്റ്സ് ഓഫ് മോളെ. താങ്ക് യു സർ. ഈ പാട്ട് ഒരു പ്യോർലി ഒരു ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് സോങ് ആണ്. ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി കറക്റ്റ്. ആ ആറ്റിറ്റ്യൂഡ് റൈറ്റ് അല്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല. ഈവൻ മോളുടെ ആ ഒരു ആക്ട്, ആ ഒരു ഡാൻസും, ദ വേ യു എൻറ്റേർഡ് ദ സോങ്, അതെല്ലാം ഇതിനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോള് കൃത്യമായിട്ട് മൂവ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയും ഒന്നും കൈവിട്ട് പോയിട്ടൊന്നുമില്ല. പാട്ടിനെ അത് ഹാം ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് പാടി. ഇനി ഇതിന്റെ മേലെ ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പോണേ. മനസ്സിലായല്ലോ? ഇങ്ങനെ നല്ല പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞാൽ കുഴപ്പം ഇതാണ്. അതിന്റെ മേലെ ആയിരിക്കും നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഇവിടുന്ന് താഴെ പോകരുത്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് ഈ ഒരു പാട്ടായിരിക്കും. അടുത്ത പാടിക്കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും ആ 3 പാട്ട് മുന്നേ ധ്രുവമോള് ഈ ഒരു പാട്ട് പാടി അതായിരുന്നു അടിപൊളി എന്ന് പറയുന്ന ഒരു സംഭവം. ഇനി അടുത്തതായിരിക്കണം ദി ബെസ്റ്റ്. ഓക്കെ, സൂപ്പർ മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ധ്രുവ, എന്ത്? ഞാനും ഷാൻ പറഞ്ഞ അതേ ഒരു കാര്യമാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു പാട്ടിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് അങ്ങനെ ഇവിടെ മോള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നിട്ടുണ്ട്. ആ ഒരു നല്ല സോങ് സെലക്ഷൻ. ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഇത് രൂപേഷ് സാറും റെജി മാമ. ആഹാ, അപ്പം രൂപേഷിനും റെജിക്കും ഒരു ഉഗ്രൻ കൈയടി. ഈ പാട്ട് കേൾക്കുമ്പോൾ അതായത് ആ ഫസ്റ്റ് 2 ലൈൻ സാ 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 ഇതേ ഉള്ളൂ. ഒരു വെറും സാ മാത്രമേ ഉള്ളൂ ആ 2 ലൈനിലും. അപ്പൊ രാജാ സാർ എങ്ങനെ അത് തിങ്ക് ചെയ്ത് സാറിന്റെ മനസ്സിലെ ചേതോ വികാരം എന്തായിരുന്നു? വെറും ഒരു ഷഡ്ജം വെച്ച് സാ 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 അത്രേ ഉള്ളൂ. രണ്ടും ആ 4 ടൈംസ് അത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ശ്രുതി ചേരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ സ്റ്റേജിൽ പാടുമ്പോഴത്തേക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചെറിയ സ്ഥലം അവിടെ ഒന്ന് സെക്കൻഡ് മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി. പക്ഷെ സാരമില്ല, ഇത് ഇത്രയും ഒരു പെർഫോമൻസ് ഉള്ള പാട്ടല്ലേ. കാരണം അത് പോകും എല്ലാവർക്കും. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഒരു സാ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇവർ പറഞ്ഞ സുവയാഹ വാവ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിസ്കോ DISCO പറഞ്ഞ ആ ഒരു ആറ്റിറ്റ്യൂഡ് സൂപ്പർ. താങ്ക് യു മാം. പിന്നെ ആ ലാലാല പാടിയിട്ട് അതിന്റെ നടുക്ക് എന്താ ഒരു പറഞ്ഞേ, അതൊന്ന് പറഞ്ഞേ. കഴിഞ്ഞ അവര് കോറസ് കഴിഞ്ഞ എന്താ അങ്ങനെ എന്തോ പറഞ്ഞു. മെബിനാണ് പറഞ്ഞത്. സൂപ്പർടാ അത്.
അത് എനിക്ക് വേഗം അത് കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞു എന്ന് ഞാൻ മോളാണെന്ന് വിചാരിച്ചു. ആ കാതൽ മാനെ അവിടെയാണ് ആ ഒരു ലാസ്റ്റത്തെ ഒരു അവിടെയാണ് ഒന്ന് ശ്രുതി പോയി ഒരു കുറച്ച് പ്രോബ്ലം വന്നത്. പക്ഷെ ഓൾ ടോട്ടൽ നല്ല ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തത് മോള് പെർഫോം ചെയ്ത് തന്നെയാണ്. അതുകൊണ്ട് ഒരു ഉഗ്രൻ കൈയുടെ ആടിദോൾ. ചേച്ചി ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ കുസൃതി ചോദ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്. ആണോ? ഇപ്പൊ ഇന്നുണ്ടോ കുസൃതി ചോദ്യം ഉണ്ടോ? ഇല്ലേ? വേണ്ട, ഇന്ന് വേണ്ട. ഇന്ന് നല്ല സന്തോഷത്തിൽ നമ്മൾ. അല്ല മോള് സ്കൂളിൽ പോകുന്നുണ്ടോ? എന്തിനാ സ്കൂളിൽ പോകുന്നേ? പഠിക്കാൻ. അല്ല, സ്കൂൾ മോളുടെ അടുത്തേക്ക് വരാത്തോണ്ട്. എന്നാ പിന്നെ മാർക്കിലേക്ക് നല്ല കാര്യമായിരിക്കും. ഓക്കെ ധ്രുവ, മാർക്സ് അറിയണ്ടേ? ഓക്കെ ചേച്ചി 9.5. ഓക്കെ ഹരിച്ചേട്ടാ, ഞാൻ 10 തരുമായിരുന്നു. പിന്നെ മോളുടെ കുറച്ച് പിച്ച് ഔട്ട്സ് നമ്മൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഗോൾഡൻ മൈക്ക് ഒക്കെ സുഖമായിട്ട് അടിച്ചാണ്. അതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇനി ഗോൾഡ് കിട്ടണമെങ്കിൽ ഭയങ്കരമായ ഒരു പ്രയത്നം എല്ലാവരും നടത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഗോൾഡ് തരില്ല. പക്ഷെ ഇറ്റ് വാസ് എ ഗോൾഡൻ പെർഫോമൻസ് കേട്ടോ. ഒട്ടും മോശമൊന്നും ആയിരുന്നില്ല. ഞാൻ മോളുടെ ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയാണ്. നമ്മൾ ഫുൾ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം എല്ലാം കിട്ടി എന്നുള്ളൊരു ഫീൽ വരും. അപ്പം അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, എനിക്ക് തോന്നുന്നു ധ്രുവമോൾ ഒറ്റ ചാട്ടമായിരുന്നു കഴിഞ്ഞ പെർഫോമൻസിൽ നിന്ന് ഈ ഒരു പെർഫോമൻസിലേക്ക് വൻ ചാട്ടമാണ് ചാടിയത്. അപ്പം ആ ഒരു ചാട്ടം കൂടെ മനസ്സിൽ വെച്ചോണ്ട് ഐ എം ഗിവിംഗ് യു 10. 29 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്.